കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് 4 കൊല്ലമായി കിടപ്പിലാണ് വയനാട് നടവയലിൽ ഫോറസ്റ്റ് വാച്ചറായിരുന്ന രാജു സെബാസ്റ്റ്യൻ. ആനകളെ തുരത്തിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇത്രയും നാളായിട്ടും സർക്കാർ സംവിധാനങ്ങളൊന്നും ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഭാര്യയും 3 പെൺകുട്ടികളും ഉൾപ്പെടുന്ന രാജുവിൻ്റെ കുടുംബം. ഞാൻ 11 വർഷത്തോളം വനവകുപ്പിൽ വാച്ചർ പണി എടുത്തുകൊണ്ടിരിക്കുക. താൽക്കാലികമായിട്ട് വാച്ചർ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുഴ സൈഡിൽ 2 ആന പ്രൈവറ്റ് സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ പകൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ആ ആനയെ തുരുത്താൻ വേണ്ടി ഞങ്ങളിവിടെ വനംവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആന ഓടിക്കാൻ വേണ്ടി പോവുകയും അങ്ങനെ ആനയുടെ തൊട്ട് കൈയുടെ മുമ്പിൽ പെടുകയും ആന വളരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. 2019 ഒക്ടോബർ 18 കേണിച്ചിറ കോളേരിയിൽ ജനവാസ മേഖലയോട് ചേർന്ന തോട്ടത്തിൽ 2 കാട്ടാനകൾ ഇറങ്ങിയെന്ന വിവരത്തെ തുടർന്നാണ് രാജു സെബാസ്റ്റ്യൻ അടക്കമുള്ള വനപാലക സംഘം എത്തുന്നത്. ദൗത്യത്തിനിടെ രാജുവിനെ കാട്ടാന ആക്രമിച്ചു. സുഷുമ്ന നാഡി തകർന്നു, നട്ടെല്ലൊടിഞ്ഞു. തിരിച്ചു കിട്ടിയത് ജീവൻ മാത്രം. ചികിത്സയ്ക്ക് വേണ്ടി വന്നത് വൻ തുക. ഇതിനുശേഷം 2 കാലുകളും തളർന്ന് 4 വർഷത്തോളമായി ഈ കിടപ്പാണ് രാജു. പിന്നീട് അന്നേരത്തെ ദേഷ്യത്തിന് ആന കുത്തുകയും ചവിട്ടുകയും എടുത്തെറിയുകയും ഒക്കെയാണ് ചെയ്തത്. ഇത് ഭാര്യയിലെ അടിച്ചു പൊട്ടിച്ചു. അങ്ങനെ നട്ടെല്ല് പൊട്ടി. അങ്ങനെ സൂക്ഷ്മനാടിക്ക് ചതവ് സംഭവിച്ചു. 3 വർഷത്തോളം ഏകദേശം ട്രീറ്റ്മെൻറ്റ് തന്നെ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് വീട്ടിൽ വരും. അപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് വളരെ പുറകോട്ടായി. സാമ്പത്തികമായിട്ടല്ല, മൊത്തം തീർന്നു, ബാധ്യതകളായി. സർക്കാർ ധനസഹായമായി ഒന്നും ലഭിച്ചില്ല. വനം വകുപ്പിലെ സഹപ്രവർത്തകർ പിരിച്ചെടുത്ത പണം കൊണ്ടാണ് ചികിത്സ നടത്തിയത്. നാട്ടുകാരും സഹായിച്ചു. ഭാര്യ ഡാൽഫിക്ക് വനം വകുപ്പ് താൽക്കാലിക ജോലി നൽകി. ശമ്പളം 8000 രൂപ. മരുന്നിന് മാത്രം പ്രതിമാസം വേണം 4000-ഓളം രൂപ. വീട്ടുചെലവ് കഴിയണം. 3 പെൺകുട്ടികളാണുള്ളത്. അവരുടെ വിദ്യാഭ്യാസ ചെലവ് വേറെ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകില്ല രാജുവിന്. ഡാൽഫി മാത്രമാണ് ആശ്രയം. 3 പെൺകുട്ടികളാണ്. അവരുടെ വിദ്യാഭ്യാസം നോക്കണം. പിന്നെ മരുന്നുകൾക്കാണെങ്കിൽ 14,000 രൂപ മാസമാകും. പിന്നെ കൂടാതെ മറ്റ് ചിലവുകൾ, ഡയപ്പർ വാങ്ങൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ താൽക്കാലിക വാച്ചറായിട്ട് ഞാനിവിടെ ചേട്ടായിക്ക് പകരം ജോലി ചെയ്യുന്നുണ്ട്. അതിന് 8000 രൂപയാണ് കിട്ടുന്നത്. അതുകൊണ്ടൊന്നും ആകില്ല. ഞങ്ങളുടെ കുടുംബത്തിലേക്കുള്ള ഈ മരുന്ന് വാങ്ങാനും അതുകൊണ്ടൊന്നും ആകുകയില്ല. പിന്നെ ഇതുവരെ ഞങ്ങളെ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെയും എത്താത്തിടത്ത് കാരുണ്യമുള്ള മനുഷ്യരെത്തുമെന്ന പ്രതീക്ഷയുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ബാധ്യതയാകുന്നു. ആനയാക്രമണത്തിൽ നിന്ന് നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച മനുഷ്യനാണ്. ചേർത്ത് പിടിക്കണം, കരുതലുണ്ടാകണം, സഹായിക്കണം. 24 വയനാട്. മനസ്സുകളെ രാജു സെബാസ്റ്റ്യനെ സഹായിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.